നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ജെൻഡർ ബജറ്റ് 2025 ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അവതരിപ്പിച്ചു. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കല്ലേറ്റുങ്കര സ്വദേശിയുടെ 1,06,00,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി. വെള്ളിക്കുളങ്ങര പരിയാരം മേഖലകളിൽ 17 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി വനമന്ത്രി AK ശശീന്ദ്രൻ. KK രാമചന്ദ്രൻ MLA നൽകിയ സബ്മിഷനിലാണ് മന്ത്രിയുടെ മറുപടി. കേരള പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ജെൻഡർ ബജറ്റ് 2025 ബ്ലോക്ക് പഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും വൈസ് പ്രസിഡന്റുമായ ഷീല മനോഹരൻ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അൽജോ പുളിക്കൻ, ടെസി ഫ്രാൻസിസ്, EK സദാശിവൻ, ബ്ലോക്ക് അംഗങ്ങളായ MR രഞ്ജിത്ത്, സജിത രാജീവൻ, പോൾസൺ തെക്കുംപീടിക, TK അസൈൻ, VK മുകുന്ദൻ, സതി സുധീർ, ബിനി ഡെന്നി, ഹേമലത നന്ദകുമാർ, ഷീല ജോർജ്, ടെസി വിൽസൺ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജിനീഷ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഘടക സ്ഥാപനങ്ങളിലെയും നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരും സന്നിഹിതരായിരുന്നു. ഉൽപാദന മേഖലയിൽ 4,35,77,952 രൂപ, സേവന മേഖലയിൽ 19,71,37,374 രൂപ, പശ്ചാത്തല മേഖലയിൽ 1,59,20,000 രൂപ, ഭവന നിർമ്മാണം 15,16,45,000 രൂപ എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2025-26 സാമ്പത്തിക വർഷത്തിൽ 5,60,000 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിനും 4,000 പേർക്ക് 100 ദിവസം തൊഴിൽ നൽകുന്നത് ഉൾപ്പെടെ 21 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുകയും ചെയ്യുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തി വികസന കാഴ്ചപ്പാടുകളോടെ സേവന ഗുണനിലവാരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കൃഷി, ആരോഗ്യം, ക്ഷീരവികസനം, മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിലും സ്ത്രീകൾക്കുള്ള വിവിധ പദ്ധതികൾ, കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ ഉന്നമനം, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ മുന്നേറ്റം, പരമ്പരാഗത കുടിൽ വ്യവസായങ്ങളുടെ പുനരുജ്ജീവനം, സാംസ്കാരിക കലാകാരന്മാർക്ക് പ്രോത്സാഹനം, അംഗൻവാടികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, കാർബൺ നിർഗമനം കുറയ്ക്കുന്നതിനുള്ള നൂതന പദ്ധതി തുടങ്ങിയ മേഖലകളിലും കേന്ദ്രീകരിച്ച് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ദീർഘവീക്ഷണത്തിലൂന്നി മഹത്തായ ലക്ഷ്യത്തോടെയാണ് 2025-26 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ഭരണസമിതി 2020 ഡിസംബർ മാസത്തിൽ അധികാരത്തിൽ വന്ന് 4 വർഷം പിന്നിടുകയാണ്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടും നമ്മുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് ഇവര് തൊഴിൽ വരാത്തത്? ചിലരെ സംബന്ധിച്ച് ഒരു അഭിമുഖത്തിന് തയ്യാറാവുമ്പോൾ എനിക്കത് കഴിയുമോ എന്നുള്ള പേടിയായിരിക്കാം. ചിലപ്പോ കുറച്ചു കാലമായിട്ട് വിട്ടു നിൽക്കുന്നു, അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ നോളജ് ഗ്യാപ്പ് ഉണ്ട്, ഇതായിരിക്കാം. ഇത് രണ്ടാണെങ്കിലും നമുക്ക് പരിഹാരമില്ല. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കല്ലേറ്റുങ്കര സ്വദേശിയുടെ 1,06,00,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി. പട്ടാമ്പി കൊപ്പം ആമിയൂർ സ്വദേശിയായ കൊട്ടിലിൽ വീട്ടിൽ 36 വയസ്സുള്ള മുഹമ്മദ് അബ്ദുൾ ഹക്കീമിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന് പിറകിൽ വൻ റാക്കറ്റ് തന്നെയുണ്ടെന്ന് പോലീസ്. കേസിനെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കല്ലേറ്റുങ്കര സ്വദേശിയായ പരാതിക്കാരൻ ട്രേഡിംഗിനെ സംബന്ധിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയം ഉയർന്ന ലാഭവിഹിതം തരുന്ന ഒരു പരസ്യവും ആയതിന്റെ ലിങ്കും കണ്ട് ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുകയും ഈ ഗ്രൂപ്പിലൂടെയും വിവിധ മൊബൈൽ നമ്പറുകളിലൂടെ വിളിച്ചു പറഞ്ഞും IPO സ്റ്റോക്ക് ട്രേഡിംഗിൽ വൻ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് ട്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടി 5PCL03 എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് IPO സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിച്ച് ജനുവരി 8 മുതൽ ഫെബ്രുവരി 14 വരെയുള്ള കാലയളവിൽ കല്ലേറ്റുങ്ങര സ്വദേശിയുടെ ചാലക്കുടിയിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും
പല തവണകളായി 1,06,70,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കുകയും ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ ലാഭവിഹിതം പിൻവലിക്കാനായി ശ്രമിച്ചപ്പോൾ സർവീസ് ചാർജ് ഇനത്തിൽ വീണ്ടും പണം ആവശ്യപ്പെടുകയും നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതായപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തുടർന്ന് കല്ലേറ്റുങ്ങര സ്വദേശി ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതി പരാതിക്കാരനിൽ നിന്ന് തട്ടിയെടുത്ത 1,06,00,000 രൂപയിലെ 4 ലക്ഷം രൂപ ഒരു സ്ത്രീക്ക് ചികിത്സാ സഹായം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം സ്ത്രീയെ കൊണ്ട് 4 ലക്ഷം രൂപ ചെക്ക് മുഖേന പിൻവലിപ്പിച്ചു. ശേഷം സ്ത്രീക്ക് ചെറിയ തുക നൽകുകയും തുടർന്ന് മുംബൈ സ്വദേശിയായ ഡാനിഷ് ഡിലാവർ എന്നയാൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ബിറ്റ്കോയിൻ എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് നൽകി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് പോലീസിന്റെ പിടിയിലായത്. ഇത്തരം തട്ടിപ്പിന് പിന്നിൽ ഒരു വൻ റാക്കറ്റ് തന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. വെള്ളിക്കുളങ്ങര പരിയാരം മേഖലകളിൽ 17 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ മലയോര മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് KK രാമചന്ദ്രൻ MLA നൽകിയ സബ്മിഷനിലാണ് മന്ത്രിയുടെ മറുപടി. ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്, കൊച്ചിൻ മലയാളം ലിമിറ്റഡ് കമ്പനികളോട് തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിക്കണമെന്ന് കമ്പനി സീനിയർ ജനറൽ മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ CCFന് ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. MLA സബ്മിഷനിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഇതായിരുന്നു. മലയോര മേഖലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 7 ജീവനുകൾ പൊലിഞ്ഞു. കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആനയ്ക്ക് പുറമെ കാട്ടുപന്നി, മാൻ, മ്ലാവ് ശല്യവും ഉണ്ട്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചെങ്കിലും ഇതിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പാലപ്പള്ളി, എച്ചിപ്പാറ, ചൊക്കന, കുണ്ടായി, കള്ളായി, കാരികുളം മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നും MLA ആവശ്യമുന്നയിച്ചു. തോട്ടം ഉടമകൾ ട്രഞ്ചിങ്ങിന് അപേക്ഷ വെച്ചിട്ടും അധികൃതർ അനുമതി നൽകിയിട്ടില്ല. കൂടാതെ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും KK രാമേന്ദ്രൻ MLA ചൂണ്ടിക്കാട്ടി. വനം വകുപ്പിന്റെ ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ജനങ്ങൾക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വന്യജീവി ആക്രമണം ഒരു നിത്യ സംഭവമായി തുടരുകയാണ്. ഇപ്പോൾ തന്നെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പരിയാരം, വെള്ളിക്കുളങ്ങര എന്നീ മേഖലകളിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം 17 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. വന്യജീവികളുടെ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പല മലയോര ഗ്രാമങ്ങളും അവിടുത്തെ മനുഷ്യരുടെ ജീവനും കൃഷിയും വലിയ ഭീഷണിയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കാടുമായി ബന്ധപ്പെട്ട് വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ പാലപ്പള്ളി, എച്ചിപ്പാറ, ചൊക്കന, കുണ്ടായി, കാരികുളം, ഇഞ്ചക്കുണ്ട്, കള്ളായി തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടുപന്നികള്, കാട്ടാനക്കൂട്ടങ്ങള്, നേരത്തെ പറഞ്ഞ പോലെയുള്ള മയില്, മ്ലാവ്, മാന്, ഇപ്പോഴാണെങ്കിൽ പുലിയുടെ സാന്നിധ്യവും അവിടെ കണ്ടിരിക്കുകയാണ്. കേരളപ്പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ ഉഷസ്സിന് ഗണപതി ഹോമം, മുളപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജ, ശീവേലി എന്നീ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വിജയൻ കാരുമാത്ര, ക്ഷേത്രം മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതി കോവിൽ മേൽശാന്തി അശ്വിൻ M നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യമേളത്തോടെ കാവടി വരവുണ്ടായി. വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, ഘോഷയാത്ര എന്നിവയും നടത്തി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ രാജൻ മുളങ്ങാട്ടുകര, ഷാജി മുരിയാടൻ, മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരുലി, രമേശ് പാണ്ഡ്യൻ, സുരേഷ് പാട്ടത്തിൽ, വിനോദ് കുളങ്ങര, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വേറിട്ട രീതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ കൊടകര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സിക്കിമിലേക്ക് പഠനയാത്ര നടത്തി.
കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, സെക്രട്ടറി ബിന്ദു ജി നായർ എന്നിവരടങ്ങിയ 21 അംഗ സംഘമാണ് കിലയുടെ സഹായത്തോടെ സിക്കിം സന്ദർശിച്ചത്. ഒരാഴ്ച നീണ്ട പഠനയാത്രയിൽ സിക്കിം സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി വരുന്ന മാലിന്യ സംസ്കരണ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ, മാലിന്യ സംസ്കരണത്തിന് അവലംബിച്ച രീതികൾ എന്നിവയിലൂടെ പ്ലാസ്റ്റിക് വിമുക്ത സംസ്ഥാനം, ODF+ വില്ലേജ് എന്നീ പദവികളിലേക്ക് സിക്കിം എത്തിച്ചേർന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠനയാത്രയിലൂടെ സാധിച്ചതായി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞു. ചെങ്ങാലൂർ GLP സ്കൂളിലെ പഠനോത്സവം പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KS സജീവൻ അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ MV തോമസ്, BRC കോർഡിനേറ്റർ ഡാനി, സ്റ്റാഫ് സെക്രട്ടറി BR രഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു. പ്രീ പ്രൈമറി, പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അവതരണം നടത്തി. സ്കിറ്റ്, മായം, കവിതയുടെ ദൃശ്യാവിഷ്കാരം, നാടൻപാട്ട്, അഭിനയ ഗാനം, കടങ്കഥകൾ, പരീക്ഷണങ്ങൾ, സ്റ്റീൽ മോഡൽ പ്രദർശനം തുടങ്ങിയ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരുക്കിയിരുന്നു. മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് ഗ്രൂപ്പും പ്രവാസി കൂട്ടായ്മയും യുവജനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന മൂന്നുമുറി അമ്പ് ഫെസ്റ്റ് 2026 പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും കോടാലിയിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ലോഗോ പ്രകാശനം നടത്തി. വിൽസൺ മാമ്പ്രക്കാരൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം KT ഹിതേഷ്, പിന്നണി ഗായകൻ ഡെൻസൺ കലാഭവൻ, നൈജോ ആന്റോ വാസുപുരത്തുകാരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ, ജോൺസൺ മാമ്പ്രക്കാരൻ, ശാലിനി ജോയ്, ജിപ്സൺ പൌലോസ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്തെ മികച്ച 3ാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ മറ്റത്തൂർ പഞ്ചായത്തിന് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഉഷ മാണി, 58ാം വയസ്സിൽ LLB ബിരുദം നേടിയ മിനി ഡേവിസ് എന്നിവരെ ആദരിച്ചു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെയും ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് MK അബ്ദുൽ സലാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് S ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ സുരേന്ദ്രൻ കൂടപ്പറമ്പിൽ, ഡേവിസ് പൊഴലിപ്പറമ്പിൽ, അമ്പിളി സജീവൻ, ബിജു പയ്യപ്പള്ളി, PR പ്രശാന്ത്, KS രഘു, P നന്ദകുമാർ, നിഷി ശശിധരൻ, റിൻഷിത ഷിഫാജ്, ശ്രീഹരി കർത്ത, ഡോക്ടർ വിനു ജോൺ, KS ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ബാങ്ക് നടത്തുന്നത്. ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഇതേപോലെ പുതിയ പുതിയ പരിപാടികളും പുതിയ ആവിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എൻ്റെ കണ്ണിലാണ് കണ്ണു നോക്കില്ല, ഓപ്പറേഷൻ കഴിയുന്നുണ്ട്. ഈ കണ്ടിട്ടാണ് ആവശ്യമില്ല തോന്നുന്നത്. എന്തായാലും നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്ക് ഇതുപോലുള്ള ദുർഗാരോഗ്യപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇസ്ലീം ഭരണസമിതിയെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഐതിഹ്യം കൺട്രോൾ ബാങ്കും ഒത്തുചേർന്ന് നടത്തുന്ന ഇന്നത്തെ ക്യാമ്പ് എല്ലാവർക്കും പ്രയോജനമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൃത്യമായിട്ട് വർഷത്തിലൊരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഈ ക്യാമ്പുകളിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഐ വിഷനും നല്ല സൊസൈറ്റി നടത്തുന്ന ഈ സമയത്തേക്ക് എത്തിയിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ബോർഡ് മെമ്പർമാർക്കും സ്റ്റാഫുകൾക്കും എൻ്റെ ആശംസകൾ. നമുക്കറിയാം, നല്ല പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്ക് ഇത്തരത്തിൽ ഒരുപാട് ഒരു കാലത്ത് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് നാളായി നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോക്കി ടീം അംഗങ്ങൾക്ക് ജില്ലാ ഹോക്കി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാർബൺ സ്റ്റിക്കുകൾ വിതരണം ചെയ്തു. ദേശീയ തലത്തിലടക്കം കുട്ടികൾ പ്രകടിപ്പിച്ച മികവ് കണക്കിലെടുത്താണ് കാർബൺ സ്റ്റിക്കുകൾ വിതരണം ചെയ്തത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷനായി. ജില്ലാ ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി എബനേസർ ജോസ്, പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി B ബിജു, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, MPTA പ്രസിഡന്റ് നിജി വത്സൻ, PTA വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങാലൂർ NSS കരയോഗത്തിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം യൂണിയൻ പ്രതിനിധി സഭാംഗം R ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി വിജയകുമാർ, മേഖലാ കൺവീനർ സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടേടത്ത് എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പുതിയ ഭരണസമിതി പ്രസിഡന്റായി VV രാജേഷിനെയും സെക്രട്ടറിയായി ND വിജയകുമാറിനെയും ട്രഷററായി ചന്ദ്രമതി സുരേഷിനെയും വൈസ് പ്രസിഡന്റായി വിജയൻ കാട്ടേടത്ത്, ജോയിന്റ് സെക്രട്ടറി സിജു എടത്തൂട്ട്,
കമ്മിറ്റി അംഗങ്ങളായി രാജൻ പുത്തൻവീട്ടിൽ, സുരേഷ് എടത്തൊട്ട്, രാജേഷ് അറയ്ക്കൽ, മധു കടമ്പാട്ട്, രേഖ രാധാകൃഷ്ണൻ, ലീല ബാലകൃഷ്ണൻ, മധു കുമാരി, സിന്ധു ശ്രീകുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകനുള്ള ജില്ലാ അവാർഡായ അക്ഷയശ്രീ അവാർഡ് 2024 TP വിനയന് സമർപ്പിച്ചു. ആലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം അനൂപ് ചന്ദ്രനിൽ നിന്നും പുരസ്കാരം വിനയൻ ഏറ്റുവാങ്ങി. മറ്റത്തൂർ സ്വദേശിയായ വിനയൻ ഉനിയാട്ടുകുന്നിലെ 14 ഏക്കറോളം സ്ഥലത്താണ് ജൈവ കൃഷി നടത്തുന്നത്. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സദസ്സ് സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രമ ഉദ്ഘാടനം ചെയ്തു. വി കുമാരി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ CDS ചെയർമാൻ സീത മോഹനൻ, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, വനിതാവേദി ചെയർപേഴ്സൺ P ശൈലജ, ലൈബ്രറിയൻ MK ശ്രീജ എന്നിവർ പ്രസംഗിച്ചു. പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളുടെ പ്രദർശനവും വിതരണവുമുണ്ടായി. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ 2019-24 വർഷത്തെ BBA LLB 1ാം റാങ്ക് ജേതാവ് ശ്രദ്ധ സുരേന്ദ്രനെ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. തൃശൂർ സാഹിത്യവേദി പ്രസിഡന്റ് കൃഷ്ണകുമാർ മാപ്രാണം, സെക്രട്ടറി ഷീന കാർത്തികേയൻ, ട്രഷറർ KV ജയലക്ഷ്മി, എഴുത്തുകാരായ VU സുരേന്ദ്രൻ, ജബീറ ബീഗം, ഇരിങ്ങാലക്കുട ബാബുരാജ്, KM മുഹമ്മദ്, അഷ്റഫ് അമ്പയിൽ, സ്മിത സുരേന്ദ്രൻ, ജിത്തു സുരേന്ദ്രൻ, വേദിക കൃഷ്ണ, വേദാന്ത് കൃഷ്ണ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ക്രൈംബ്രാഞ്ച് DYSPയും എഴുത്തുകാരനുമായ സുരേന്ദ്രൻ മങ്ങാട്ടിന്റെ മകളാണ് ശ്രദ്ധ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഇപ്പോൾ ആശുപത്രിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിലോ പോൾ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ വിമോദ് ആന്റി റാഗിങ്ങിനെ കുറിച്ച് ക്ലാസ് നയിച്ചു. നഴ്സിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫി സന്ദേശം നൽകി. നഴ്സിംഗ് ട്യൂട്ടർ CG എന്ന, പബ്ലിക് റിലേഷൻ ഓഫീസർ ജീസൺ ആന്റണി, 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹെന്ന എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും നടത്തി. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ NJ സാബു അധ്യക്ഷത വഹിച്ചു. തൃശൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ മേരി റജീന ആക്സിലറേറ്റ് ആക്ഷൻ എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു. ഡോക്ടർ റിങ്കു വർഗീസ്, ലേഡി വെൽഫെയർ സെൽ കോർഡിനേറ്റർ പ്രൊഫസർ ജീജ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. തമിഴ്നാട് പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗം ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ബെസ്റ്റ് ഗോൾ കീപ്പറായി കൊടകര സഹൃദയ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോളേജിലെ S ഐശ്വര്യ തിരഞ്ഞെടുക്കപ്പെട്ടു. 1ാം വർഷ MCOM വിദ്യാർത്ഥിനിയാണ് ഐശ്വര്യ. അവടിശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ അജിത് തച്ചോത്ത് കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരുന്നു. മാർച്ച് 19 തിരുനാൾ ദിനത്തിൽ വൈകിട്ട് 7 മുതൽ രാത്രി 10 വരെയാണ് ഊട്ട് നേർച്ച നടക്കുന്നത്. ഇനി കാണാം ഇൻഫോ ടോക്ക്. ഭക്ഷണം കഴിക്കാതിരുന്നതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കണ്ണൂരിൽ 18കാരി മരിച്ച സംഭവം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. വണ്ണം കൂടുമെന്ന ചിന്തയിൽ പെൺകുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. അനോറെക്സിയ നെർവോസ എന്ന രോഗാവസ്ഥയാണിതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്താണ് അനോറെക്സിയ നെർവോസ? റിപ്പോർട്ട് കാണാം. അനോറക്സിയ നെർവോസ എന്ന ഈറ്റിംഗ് ഡിസോർഡർ അനുഭവിക്കുന്നവരിൽ കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കോ അകാല മരണങ്ങൾക്കോ ഉള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം. ഗുരുതരമായ ഈറ്റിംഗ് ഡിസോർഡറും മാനസികാരോഗ്യ പ്രശ്നവുമാണിത്. ഈ പ്രശ്നമുള്ളവർ വണ്ണം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കും. വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അമിതമായി വ്യായാമം ചെയ്യുകയോ ഭക്ഷണം കഴിച്ചാൽ അവ ഛർദ്ദിച്ചു കളയാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും. പട്ടിണി കിടക്കുക കൂടി ചെയ്യുന്നതോടെ സാഹചര്യം ഗുരുതരമാകും. സ്വന്തം ശരീരത്തെക്കുറിച്ച് എപ്പോഴും ആശങ്കയുണ്ടാവുകയും വണ്ണം വെക്കുമോ എന്ന ഭയമുണ്ടാവുകയും ചെയ്യും. വണ്ണം തീരെ കുറവാണെങ്കിലും വണ്ണം വെക്കുമോ എന്ന തോന്നലുണ്ടാകും. പ്രായലിംഗ ഭേദമന്യേ എല്ലാവരിലും ഈ അവസ്ഥ കാണാമെങ്കിലും പൊതുവെ പ്രായം കുറഞ്ഞ സ്ത്രീകളിലാണ് ഇവ കൂടുതൽ പ്രകടമാകാറുള്ളത്. അനോറക്സിയ ഉണ്ടെന്ന സംശയം തോന്നിയാലുടൻ വിദഗ്ധ ചികിത്സ തേടേണ്ടതുണ്ട്. ഭക്ഷണശീലങ്ങളെക്കുറിച്ചും ഭാരവുമൊക്കെ പരിശോധിച്ചാണ് വിലയിരുത്തൽ നടത്തുക. തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികളിലൂടെ ഈ അവസ്ഥയെ മറികടക്കാനാകും. പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും അനോറക്സിയ നെർവോസ കാരണമാകും. ഭക്ഷണം കഴിക്കാതിരിക്കുക വഴി ശരീരത്തിന് വേണ്ടത്ര പോഷകാഹാരം ലഭിക്കാതിരിക്കുന്നു. പേശികളും അസ്ഥികളും ക്ഷയിക്കുകയും ഓസ്റ്റിയോപൊറോസിസിന് കാരണമാവുകയും ചെയ്യും.
ലൈംഗിക താൽപര്യമില്ലായ്മ, പ്രത്യുൽപാദന പ്രശ്നങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ഓർമ്മക്കുറവ് ഉൾപ്പെടെയുള്ള നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, വൃക്ക തകരാറുകൾ, പ്രതിരോധശേഷിക്കുറവ്, അനീമിയ തുടങ്ങിയവയൊക്കെ ഉണ്ടാകാം. മതിയായ ചികിത്സ തേടാത്ത പക്ഷം അകാല മരണത്തിന് കാരണമാകും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി ലൈവ് സ്റ്റോക്ക് ഫാം ആൻഡ് ഫോഡർ റിസർച്ച് ഡെവലപ്മെന്റ് സ്കീമിലേക്ക് ടീച്ചിംഗ് അസിസ്റ്റന്റ് നിയമനത്തിനായി വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 20-ന് രാവിലെ 10 മണിക്ക് ULF ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kvasu.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. ചെങ്ങാലൂർ കാച്ചപ്പിള്ളി ജേക്കബ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് ചെങ്ങാലൂർ കർമ്മലമാത പള്ളിയിൽ. കൊച്ചു ത്രേസ്യയാണ് ഭാര്യ. ഷിജോ, ഷിജി, ഷിൻഡോ എന്നിവർ മക്കളും ബിജോയ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ജെൻഡർ ബജറ്റ് 2025 ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അവതരിപ്പിച്ചു. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കല്ലേറ്റുങ്ങര സ്വദേശിയുടെ 1,06,00,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി. വെള്ളിക്കുളങ്ങര, പരിയാരം മേഖലകളിൽ 17 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി വനമന്ത്രി AK ശശീന്ദ്രൻ. KK രാമചന്ദ്രൻ MLA നൽകിയ സബ്മിഷനിലാണ് മന്ത്രിയുടെ മറുപടി. കേരള പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.